പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. പാർലിക്കാട് തച്ചനാത്തുകാവ് ദേവീ സന്നിധിയിലെ സത്രവേദിയായ നൈമിഷാരണ്യത്തിൽ ഈ മാസം 20 മുതൽ 29 വരെ സംഘടിപ്പിക്കുന്ന 23ാമത് പരം തത്വസമീക്ഷ സത്രത്തിന് 20-ന് രാവിലെ പാർലിക്കാട് സഭാ നികേതനിൽ തിരിതെളിയുമെന്ന് സ്വാമി നിഗമാനന്ദ തീർത്ഥ ഫാദർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 23ാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്രം ഇത്തവണ പരമ തത്വസമീക്ഷ സത്രം എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത കഴിഞ്ഞ 22 വർഷങ്ങളായി പാർലിക്കാട് തച്ചനാത്തുകാവിൽ ഈ ഒരു നൈമിഷാരണ്യത്തിൽ ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനും വ്യാസഗിരി വ്യാസതപോവനവും നാരായണാശ്രമ തപോവനവും ചേർന്ന് സംയുക്തമായി നടത്തിവരുന്ന ജ്ഞാന മഹോത്സവം ഡിസംബർ 20-ാം തീയതി മുതൽ 29 കൂടിയുള്ള ദിവസങ്ങളിൽ നടക്കുകയാണ്. പതിവായി എല്ലാ സത്രങ്ങൾക്കും മുൻപും മാധ്യമ സുഹൃത്തുക്കളെയൊക്കെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തുകയും ഈ സത്രത്തിൻ്റെ വിശദാംശങ്ങൾ ആധികാരികമായി തന്നെ ഔപചാരികമായി ഇതിൻ്റെ പ്രധാനികൾ അല്ലെങ്കിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകരിൽ മുതിർന്ന പ്രവർത്തകർ ഭാരതത്തിലെ ഋഷി പരമ്പര ലോകക്ഷേമത്തിനും മനുഷ്യരാശിയുടെ നന്മയ്ക്കും വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള ശ്രേഷ്ഠമായ സനാതനമായ മൂല്യങ്ങളെയും ആശയങ്ങളെയും ചിന്താപദ്ധതികളെയും അവയിൽ നിന്ന് ഓരോ കാലത്തിനനുസൃതമായി രൂപപ്പെടുത്തേണ്ട ജീവിതക്രമങ്ങളെയും ആചരണ പദ്ധതികളെയും കുറിച്ച് നിരന്തരം സമാജത്തെ ഉദ്ബോധിപ്പിക്കുക എന്നത് ഭാരതീയ ആചാര്യ പരമ്പരയുടെ ഒരു വലിയ ദൗത്യമാണ്, ധർമ്മമാണ്. അത്തരത്തിൽ കാലങ്ങളായി നമ്മുടെ ഭാരതവർഷത്തിൽ ചിരപുരാതനമായ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് തത്വമൂല്യ നിരൂപണവും സമൂഹത്തിന് ദിശാബോധം നൽകുന്ന ഉത്കൃഷ്ടമായ ആശയങ്ങളും നിരന്തരം പ്രതിപാദിച്ചു വരുന്നുണ്ട്. ഹിന്ദു നവോത്ഥാൻ പ്രതിഷ്ഠാന്റെ നേതൃത്വത്തിൽ ബഹുമുഖ പ്രവർത്തനങ്ങളാണ് ഈ കാര്യത്തിൽ സംപൂജ്യ സ്വാമിജിമാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പുരുഷോത്തമ സ്വാമിജിയുടെയും ഭൂമാനന്ദ തീർത്ഥസ്വാമിജിയുടെ നേതൃത്വത്തിൽ എത്രയോ കാലങ്ങളായി ഈ വ്യാസതപോവനവും നാരായണാശ്രമവും കേന്ദ്രമാക്കിക്കൊണ്ട് അധ്യാത്മധർമ്മ പ്രചരണം മാത്രമല്ല സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും കാലോചിതമായി നിർവഹിച്ചു പോരുന്നുണ്ട്. ഘോഷയാത്രകളെല്ലാം പാർലിക്കാട് വന്നു ചേർന്ന് ഡിസംബർ 20-ാം തീയതി രാവിലെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപിൽ സംപൂജ്യ സ്വാമിജിയുടെ പൂജ്യ ഭൂമാനന്ദ തീർത്ഥ സ്വാമിജി മഹാരാജൻ്റെ അധ്യക്ഷതയിൽ അടൂർ ശ്രീരാമകൃഷ്ണ ആശ്രമം അധ്യക്ഷൻ, രാമകൃഷ്ണ പരമ്പരയിലെ ഏറ്റവും മുതിർന്ന സന്യാസി വര്യന്മാരിൽ ഒരാളാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കുറിക്കുന്നത്. കൊല്ലം ശ്രീരാമകൃഷ്ണ മഠം മഠാധിപതി സ്വാമി ആപ്തി ലോകാനന്ദ തിരി തെളിയിക്കും. 20-ന് രാവിലെ വെള്ളുത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം, ഭാഗവത ധ്വജം, ഭാഗവത ഗ്രന്ഥം എന്നിവ സന്യാസിനിമാരുടെ അകമ്പടിയോടെ വാദ്യഘോഷങ്ങളോടെ സത്രവേദിയിൽ സംഗമിക്കും. തുടർന്ന് സന്യാസി വര്യന്മാരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. സത്രവേദിയിൽ ദിവസവും ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമജപം, വേദപാരായണം, ദിവസേന 5 പ്രവചനങ്ങൾക്ക് പുറമെ ഭാഗവത മൂലപാരായണവും സ്വാമി ഭൂമാനന്ദ നയിക്കുന്ന നാമസങ്കീർത്തനവും ഉണ്ടാകും. 16-ന് തിങ്കളാഴ്ച ഗുരുവായൂരിൽ നിന്ന് ശ്രീകൃഷ്ണ വിഗ്രഹവും, 17-ന് തിരുവില്ലാമലയിൽ നിന്നും ധ്വജവും, 19-ന് രാവിലെ വെങ്ങിനിശ്ശേരി പാണ്ഡവഗിരി ശ്രീനാരായണ തപോവനത്തിൽ നിന്നും ഭാഗവത ഗ്രന്ഥവും സത്രവേദിയിലേക്ക് കൊണ്ടുവരും. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.